എങ്ങനെയാ അവരുടെ ഒരു കുടുംബം കഴിയുന്നത്? ഈ 8,000 രൂപയ്ക്കും 12,000 രൂപയ്ക്കും നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം ജീവിച്ചു പോകുന്നത്? ജീവിച്ചു പോവുകയില്ല. അവരവരുടെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരമിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, അവരുടെ കണ്ണീര് വീണ ഗവൺമെന്റാണ് ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, UPA ഗവൺമെന്റ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോ മൻമോഹൻ സിംഗ് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. ഈ രാജ്യത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഗ്രാമങ്ങളിലേക്ക്, സാധാരണക്കാരന്റെ കൈകളിലേക്ക് 10 രൂപ കിട്ടണമെന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ ഗവൺമെന്റ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്. ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസ്ഥ എന്താ ഇന്ന്? തൊഴിലുറപ്പ് പദ്ധതിയുടെ അവസ്ഥ എന്താ? 25 വയസ്സുള്ള ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരന് പണിയെടുക്കാൻ വേണ്ടിയല്ല തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. 60 വയസ്സ് കഴിഞ്ഞവരും 70 വയസ്സ് കഴിഞ്ഞവരും ഒരു തൂമ്പ പൊന്തുമെങ്കിൽ അവിടെ കൊത്താൻ പോകുന്ന എത്രയോ വന്യവയോധികന്മാരുണ്ട് തൊഴിലുറപ്പ് പണിയെടുക്കുന്ന. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോട് ചോദിക്കട്ടെ, ഈ രാജ്യത്തിലെ സഖാക്കളോട് ചോദിക്കട്ടെ, എന്താ രാജ്യത്തിലെ സ്ഥിതി? ആ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ മാസങ്ങളായി പണിയെടുത്തിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നില്ല. അവരുടെ കണ്ണീര് വീണ ഗവൺമെന്റാണ് ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഗവൺമെന്റ്.